ആദ്യം തന്നെ വിഷുവിൻ്റെ വീഡിയോ 4 ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കാട്ടോ. വേറൊന്നല്ല, ഋത്തുസും കൂടിയുള്ള സ്പെഷ്യൽ വിഷു ആയതുകൊണ്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു വളരെ കളർഫുൾ ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. തലേ ദിവസം നമ്മുടെ കമ്പനിക്കാരെ കൂടെ നാട്ടിൻപുറത്തെ പടക്കക്കടയിൽ നിന്ന് കുറേ പടക്കവും പുത്തിരിയൊക്കെ വാങ്ങിയിട്ട് വിഷു ആഘോഷങ്ങൾ അങ്ങ് തുടങ്ങിയിട്ട് ഞങ്ങൾ നമ്മളെ വീടിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങ് കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഋത്തുസിന് അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. നിശ്ചിത അകലൊക്കെ പാലിച്ച് ബീഡിപ്പടക്കം വാവാച്ചി സ്വന്തം എറിഞ്ഞ് പൊട്ടിച്ചിട്ട് സ്വന്തം തന്നെ ഞെട്ടുന്നുണ്ടേ. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നപ്പോഴേക്ക് കണി കാണാനുള്ള നേരമായിട്ടോ. 4 മണിക്ക് തന്നെ ഋതുസിനെ വിളിച്ചെണീപ്പിച്ചപ്പോൾ കുറച്ചൊക്കെ കരഞ്ഞെങ്കിലും പിന്നെ അവൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പുറകെ ഞങ്ങൾ എല്ലാവരും വന്ന് കണിയൊക്കെ കണ്ട് ഒരു കുഞ്ഞു മയക്കൊക്കെ മയങ്ങിയിട്ട് രാവിലെ തന്നെ വിഷു കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ചേച്ചിയും ഋത്തുസും കൂടി മഞ്ചാടിയൊക്കെ വാരി പട്ടുപാവാടയും ടോപ്പൊക്കെ ഇട്ട് അമ്പലത്തിലൂടെ അങ്ങനെ നടക്കുക കേട്ടോ ഋത്തുസ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് പോയിട്ട് കൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് ചെങ്ങായിമാരൊക്കെ കൂടെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചിട്ടോ. അപ്പോഴേക്ക് വീട്ടിൽ വിഷുസദ്യയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നേ. നേർച്ചയൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ഒരു കിടുക്കാച്ചി സദ്യയും പായസമൊക്കെ വയറ് നിറച്ച് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ ഒരു 1.5 കോമ്പരയ്ക്ക് തിരി കൊടുത്ത് ഒരുത്ത ഓടണ ഓട്ടാട്ടാ കാണുന്നത്. പിന്നെ ഒരു ഗുണ്ട് പടക്കം കൂടി പൊട്ടിച്ച് അതിൻ്റെ മുഴക്കം തീർന്നപ്പോൾ തറവാട്ടിൽ നിന്ന് വേറൊരു കോമ്പിൽ കൂടി തിരി കൊടുത്തിട്ട് ചെങ്ങായിമാരോടൊക്കെ തൽക്കാലം ഒരു ടാറ്റ പറഞ്ഞ് വിഷു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് വാവയുടെ വീട്ടിലേക്ക് ഋത്തുസായിട്ട് തിരിച്ചുവിട്ടോ. അവിടെ ചെന്നപ്പോൾ അളിയൻ്റെ വക ഉണ്ടായിരുന്നു കേട്ടോ കുറേ കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ. എല്ലാവരും കൂടെ അതൊക്കെ അങ്ങ് പടപടാന്ന് തീർത്തതിന് ശേഷം എൻ്റെ വക തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു മിസൈൽ ഞാനങ്ങ് വിട്ടിട്ടോ. അങ്ങനെ ഈ വിഷുവിൻ്റെ അവസാന കലാശക്കൊട്ടിന് ആകാശത്ത് വർണ്ണപ്പകിട്ട് വിരിച്ചതിന് ശേഷം ഇക്കൊല്ലത്തെ മറ്റൊരു ആഘോഷം കഴിഞ്ഞ ചെറിയൊരു സങ്കടത്തിൽ മറ്റ് സന്തോഷങ്ങളിലേക്കുള്ള പ്രതീക്ഷകളായിട്ട് കിടന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടോ.